ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാപ്പിപ്പൂവൊക്കെ എന്താ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പരിപ്പ് പടവലയും കൊണ്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊന്ന് ആദ്യം തന്നെ വേവിച്ചെടുത്തു. അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു പടവലങ്ങയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കൂടെ ഒരു വലിയ സവാളയും 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ. കുക്കറിൽ 2 വിസിലാണ് കേട്ടോ അടിച്ചത്. പടവലങ്ങയും പരിപ്പും വേകുമ്പോഴേക്ക് അതിനൊരു അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടി അരമുറി തേങ്ങ, 1 നുള്ളി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 3-4 ചുവന്നുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ കൂടിയിട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ റെഡിയായി. തരട്ടെ? അങ്ങനെ പറയുന്നു. ഇത് മസാല ദോശ. ഇന്ന് ദോശയ്ക്ക് തിന്നാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ചട്നി അരച്ചിരുന്നു, പിന്നെ ഇന്നലത്തെ എഗ് റോസ്റ്റിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ മത്തനിലയും മത്തങ്ങയും കൂടിയിട്ട് തോരൻ വെച്ചതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു തട്ടി കേട്ടോ. ഒരുക്കി വിട്ടതിന് ശേഷമാണ് നൈനുവിന് ജലദോഷം പിടിച്ചതിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ. ചെറിയൊരു ജലദോഷമാണെങ്കിലും സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആവി ഒന്ന് പിടിച്ചിട്ട് മക്കൾ സ്കൂളിലേക്കൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് വന്ന് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി എന്നിട്ടാണ് എൻ്റെ പണി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നലെ പൊട്ടിച്ച തേങ്ങ. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് പൊളിച്ചിടണം. ഉണങ്ങിക്കഴിഞ്ഞാൽ എളുപ്പം പൊളിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ തേങ്ങ ഉണക്കുന്നതിലും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ തേങ്ങ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണക്കുന്നതെന്ന്. അതെങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളവർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇനി പൊളിക്കുമ്പോഴുള്ള വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ ഉണക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങിയും കിട്ടും. നമ്മൾ സാധാ ഉണക്കുന്ന പോലെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഉണക്കുന്ന പോലെ ഉണക്കുക. അപ്പം അവിടുത്തെ അപേക്ഷിച്ച് എനിക്ക് ഇവിടുത്തെയാണ് എളുപ്പം തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, വളരെ എളുപ്പമാണ് ഇത് പൊളിച്ചെടുക്കാൻ കേട്ടോ. രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ കൊണ്ടുവിട്ട് വന്ന് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഇന്ന് ചോറിന് കറി നമ്മൾ രാവിലെ വെച്ചില്ലേ, പടവലങ്ങയും പരിപ്പും ഇട്ടൊരു കറിയാണ്. പിന്നെ മത്തങ്ങയും മത്തനിലയും വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പൊളിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ നല്ല ഒരുങ്ങിക്കെട്ടി പോകാനൊക്കെ നല്ല രസമാണ്. അത് കഴിഞ്ഞാലാണ് പാട്. ഒരുപാട് അലക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ അലക്കിയിട്ടു. പിന്നെ ഇത് ഇന്നലെ ചവിട്ടിയ മുളകാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വാരി വെക്കണം. ഇത് ചെറിയ ചാക്കാണ് കേട്ടോ, കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അതിലിപ്പോൾ പകുതി മുളകാണെങ്കിലും പിന്നെ നാളെ ഒന്ന് ഉണക്കുമ്പോഴേക്കും 1/4 ഭാഗം ആവും. ഈ കാപ്പി കുറച്ച് ദിവസം മുന്നേ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് വാരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഉണക്കിയെടുക്കാൻ മറന്നുപോയി.
അപ്പോൾ അത് ഇന്ന് ഉണക്കാനിട്ടതായിരുന്നു. പക്ഷേ ഇന്ന് നല്ല മഴക്കാറ്. അപ്പം എല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാകുമ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഒന്ന് ഷീറ്റിട്ട് മൂടിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ മക്കളെ കൂട്ടാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.